നമസ്കാരം, ഞാൻ ഡോക്ടർ അന്നു വർഗീസ്, പാലന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്. ഈ വീക്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആസ്മ എന്ന രോഗത്തിനെ കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചുമാണ്. എന്താണ് ആസ്മ? ഇടവിട്ടോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുണ്ടാകുന്ന ചുമ, ശ്വാസമുട്ട്, വലിവ്, പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ, പൊടിയടിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ രോഗികളെ നമുക്ക് ആസ്മയുടെ ചികിത്സയ്ക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്ന രോഗലക്ഷണങ്ങൾ. പൊതുവെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ക്ലിനിക്കൽ എക്സാമിനേഷനും അവരുടെ ലങ് കപ്പാസിറ്റി ടെസ്റ്റ്, അതായത് PFT എന്ന ടെസ്റ്റും ചെയ്ത് രോഗനിർണയം നടത്തിയതിനു ശേഷമാണ് അവർക്ക് ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നത്. കൂടുതലായും ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ ഇൻഹെയിൽഡ് രൂപത്തിലുള്ള മരുന്നുകളാണ് അവർക്ക് ചികിത്സാ രീതികളായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായി ഇതിനെക്കുറിച്ചൊരു ഭീതി അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുള്ള കാലഘട്ടമാണത്. ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആണോ, അത് ദീർഘകാലം ഉപയോഗിച്ചാൽ അതിന്റെ അഡിക്ഷനിലോട്ട് പോവോ, അത് എപ്പോൾ നിർത്താൻ പറ്റും, നിർത്താതിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും, ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ നമ്മുടെ ഇടയിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇൻഹേലേഴ്സിന്റെ പ്ലസ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് നമ്മളിപ്പോൾ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്, ഡോക്ടറെ അതിലും സ്റ്റിറോയിഡ് അല്ലേ, അപ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുമോ? ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കൺസേൺ ആണത്. നമ്മൾ ഗ്രോത്തിനെ എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ആയിട്ട് എടുക്കുന്ന കഴിക്കുന്ന രൂപത്തിലുള്ള ഓറൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിനാണ് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഈ ആസ്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ ഇൻഹെയിൽഡ് രൂപത്തിലുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് ലോക്കലി വളരെ സ്പെസിഫിക് ആയിട്ട് ലങ്സിൽ മാത്രം അതിന് ചേഞ്ചസ് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണൽ ഇഷ്യൂസോ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളോ ഇല്ല. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഹേലേഴ്സ് ഉപയോഗിച്ചതിന് ശേഷം വായയുടെ ഹൈജീൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി എപ്പോൾ ഉപയോഗിക്കണം, എത്ര നാൾ ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കണം? കുറെ പേര് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നവർ ഓൾറെഡി പല ഡോക്ടേഴ്സിനെയും കണ്ട് മാറാതെ വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ ആദ്യം പറയുന്നത് നമ്മുടെ കയ്യിൽ ഇൻഹേലേഴ്സ് ഉണ്ട് ഡോക്ടറെ. എല്ലാ ഇൻഹേലേഴ്സും ഒന്നല്ല, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, സ്ട്രെങ്ത് എല്ലാം ഡിഫറെന്റ് ആണ്. ചിലത് കൺട്രോളേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്, ചിലത് റിലീവേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അത് നിങ്ങളുടെ രോഗാവസ്ഥ അനുസരിച്ചാണ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇൻഹെയിൽഡ് മരുന്നുകൾ ഉപയോഗിക്കുന്ന രീതി. ഇൻഹെയിൽഡ് മരുന്നുകൾ ഇൻഹേലേഴ്സ് മാത്രമല്ല, നമുക്ക് റോട്ട ക്യാപ്സ് ഉണ്ട്, അല്ലെങ്കിൽ സിങ്ക്രോ ബ്രീത്ത്, നെബുലൈസേഷൻസ്, ഇതെല്ലാം തന്നെ ഇൻഹെയിൽഡ് മരുന്നുകളാണ്. നേരെ ലങ്സിൽ ആക്ട് ചെയ്ത് വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു മരുന്നുകളാണ്. അപ്പോൾ ഓരോ ഈ പറഞ്ഞ ഇൻഹേലേഴ്സ് ആണെങ്കിലും റോട്ട ക്യാപ്സ് ആണെങ്കിലും നെബുലൈസേഷൻസ് ആണെങ്കിലും അത് എടുക്കുന്നതിന്റെ ഓരോ രീതികളുണ്ട്. നമ്മൾ റാൻഡമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രീതികളല്ല. ഓരോ വ്യക്തികളുടെയും ലങ് കപ്പാസിറ്റി നോക്കിയിട്ട് അവർക്ക് എത്രത്തോളം ഇൻഹെയിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നനുസരിച്ചാണ് നമ്മൾ ഇൻഹേലേഴ്സ് വേണോ, റോട്ട ക്യാപ്സ് വേണോ, അല്ല വളരെയധികം ഡിസീസ് സിവിയറിറ്റി കൂടുതലാണെങ്കിൽ നെബുലൈസേഷൻസ് വേണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇൻ കേസ് നെബുലൈസേഷൻസ് ആണെങ്കിലും അതിൽ നമ്മൾ ജെറ്റ് നെബുലൈസേഴ്സ് ഉണ്ട്, അതിൽ കുട്ടികളിൽ ഉപയോഗിക്കുന്ന നെബുലൈസേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കസ്റ്റമൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ അനുസരിച്ചാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ബ്ലാങ്കറ്റ് തെറാപ്പി അല്ല, നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു സ്പെസിഫിക് തെറാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന പൾമനോളജിസ്റ്റ് പറയുന്ന പോലെ എന്ത് ഡിവൈസാണ് നിങ്ങളുടെ ലങ് കപ്പാസിറ്റിക്ക് അനുകൂലമായിട്ടുള്ളത് അത് ആ പറയുന്ന രീതിയിൽ എടുത്താലാണ് നിങ്ങൾക്ക് റിസൾട്ട്സ് ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ആ ഒരു സിംറ്റം കൺട്രോൾ വരുള്ളൂ. ഇനി എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു ആശങ്ക. ചിലരിലൊരു 50% ആൾക്കാരിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോഴേക്കും അവർ സ്വയമേ ഇൻഹേലേഴ്സ് നിർത്തും. പക്ഷെ ഇതുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി സിംറ്റം കൺട്രോൾ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യും, പക്ഷേ നമ്മുടെ ലങ് കപ്പാസിറ്റി നോർമലൈസ്ഡ് ആവാൻ മേ ബി കുറച്ചുകൂടി ടൈം എടുക്കാം. അതുകൊണ്ട് തന്നെ സിംറ്റം കൺട്രോൾ വന്നാലും നിങ്ങൾ വന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ നിങ്ങളുടെ ലങ് കപ്പാസിറ്റി നോക്കി അത് നോർമൽ ആയതിനു ശേഷം എപ്പോൾ നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചിലർക്ക് 2-3 ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അത് റാൻഡമായിട്ട് ഉപയോഗിക്കാമോ? അതും ഒരിക്കലും ചെയ്യരുത്. ആസ്മ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ 2-3 ഇൻഹേലേഴ്സ്, അതായത് കൺട്രോളർ ആൻഡ് റിലീവർ എന്ന കാറ്റഗറിയിൽ പെടുന്ന 2-3 ഇൻഹേലേഴ്സ് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആസ്മ സിംറ്റം കൺട്രോൾ ഡയറി എന്ന് പറഞ്ഞൊരു കാര്യം സൂക്ഷിക്കാൻ പറയും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന് മോണിറ്റർ ചെയ്യാൻ ഇപ്പോൾ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ റേറ്റ് നോക്കുന്ന ഉപകരണങ്ങൾ, അത് വളരെ പോർട്ടബിൾ ആണ്, ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാവുന്ന മെഷീനാണ്. അത് വീട്ടിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് എപ്പോൾ റിലീവർ ആഡ് ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ കൺട്രോളർ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ റാൻഡമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ നല്ലൊരു ലങ് കപ്പാസിറ്റിയിലോട്ട് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എത്തണം എന്നില്ല. റിപ്പീറ്റഡ്ലി നമ്മൾ ഇൻപ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഗ്രസീവ്ലി നമ്മുടെ ലങ് കപ്പാസിറ്റി കുറഞ്ഞു വരും. അത് ദീർഘകാലത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കുകയില്ല. ഇൻ ഷോർട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ ഇൻഹെയിൽഡ് തെറാപ്പി ദ റൈറ്റ് വേയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഡോസസിൽ ആ ഒരു സിംറ്റം കൺട്രോൾ അനുസരിച്ച് ടൈട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അതായിരിക്കും ലോങ് ടേമിൽ നിങ്ങൾക്കൊരു നല്ലൊരു ലങ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത്.
നന്ദി.